നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിന്നെ എനിക്ക് വേണം, നീയില്ലാതെ എങ്ങനെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണ്? ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിക്കുള്ള സ്ഥാനവും അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സത്യത്തിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും അധികം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ്. ഏതൊരു കാര്യത്തിനും എന്ത് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടത് സ്വാതന്ത്ര്യമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഇല്ലായ്മയാണ് ഈ പ്രണയബന്ധത്തെ ഇത്രമാത്രം വ്രണപ്പെടുത്തിയത്. ഈ വ്യക്തി പല പ്രാവശ്യവും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അതിന് സാധ്യമായില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മറ്റുള്ള ശത്രുക്കൾക്ക് മുന്നിൽ കീഴടങ്ങിക്കൊണ്ട് അവർ പറയുന്നത് കേട്ട് അനുസരിക്കുന്നതായി അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് തൽക്കാലം അനുസരിക്കാതെ മറ്റു വഴികളില്ലാത്തത് കൊണ്ട് തന്നെ അവര് പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അതിൽ ഒപ്പുവെച്ച് ശരിവെച്ച് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നതായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും നിങ്ങളെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിൽ ഒരാൾ തന്നെയാണ്. മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ നിങ്ങൾ വേണമെന്ന് ഈ പേഴ്സൺ നന്നായി മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പിൻബലമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. മാനസികപരമായി ഒരുപാട് ഇടർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെയെല്ലാം തന്നെ പരിപാലിച്ച് ആ മുറിവുകളെല്ലാം ഉണക്കിക്കൊണ്ട് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഈ വ്യക്തിയെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ മറ്റുള്ളവരെ അനുസരിക്കുന്നതായി അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല. നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളെയെല്ലാം നേരിട്ടുകൊണ്ട് അതിനെയെല്ലാം തന്നെ കൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴും ഉള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനപരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹമാണ്. നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ വ്യക്തിക്ക് പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. നിങ്ങളെ മറികടക്കുവാനോ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ വേണ്ടാന്ന് വെക്കുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല. കാരണം അത്രമാത്രം നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സുകൊണ്ട് സ്നേഹിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് നന്നായി തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലും ഉറപ്പു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങളില്ലാതെ എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ള രീതിയാണ് ചിന്തയും ചോദ്യവുമാണ് ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണപ്പെടുന്നുണ്ട്. അതൊരുപക്ഷെ അന്ധവിശ്വാസമാകാം, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും ആകാം. കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദൃഷ്ടിദോഷം, നാവുദോഷം, വിളിദോഷം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലും ഈ വ്യക്തി വളരെയധികം ബ്ലോക്കായി കിടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്കും
ഈ വ്യക്തി ഏതൊക്കെയോ കാലഘട്ടത്തിലേക്ക് പോയിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വളരെയധികം സ്നേഹത്തിലായിരുന്നു. നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് മറ്റു പലവർക്കും വളരെയധികം അസൂയ തോന്നിയിട്ടുള്ള ഒരു കാരണമായിട്ടാണ് കാണപ്പെടുന്നത്. അത്രമാത്രം പരിശുദ്ധവും ഐശ്വര്യപൂർണവുമായിട്ടുള്ള ഒരു പ്രണയബന്ധമായിരുന്നു നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇതിനെയും തകർത്തെറിയുവാൻ വേണ്ടി മറ്റു പലവരും ശ്രമിച്ചു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ യാതൊരു കാരണവശാലും പുറകിലേക്ക് പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്രമാത്രം ആത്മാർത്ഥമായ ഒരു കാന്തിക ശക്തിയാണ്, വളരെയധികം അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളെ സ്നേഹിച്ചും പരിപാലിച്ചും ആരെയും ദ്രോഹിക്കാതെയും സ്വന്തം കാര്യം നോക്കി ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ശത്രുക്കൾ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഇവിടെ ശത്രുക്കളെ ഏറ്റവും നന്നായി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ താൻ കൈകാര്യം ചെയ്യും എന്നുള്ള ആത്മശക്തിയോട് കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ വീട്ടുകാരും കാരണം നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നും നന്നേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഈ വ്യക്തിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവായ വ്യക്തികളാണെന്നും നിങ്ങൾ ഒരുപാട് ഇത് കാരണം കരഞ്ഞിട്ടുണ്ടെന്നും ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. അതിൽ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി ഒന്നിക്കുന്നതും കല്യാണം കഴിക്കുന്നതും നിങ്ങളെ സ്വന്തമാക്കുന്നതുമായിട്ടുള്ള ഒരുപാട് നന്മയായ കാര്യങ്ങളാണ് ഈ പേഴ്സൺ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഉറപ്പായും കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ അത്രമാത്രം പവിത്രമായി കാണണമെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ശുദ്ധിയും മനസ്സിന്റെ പവിത്രതയും കൊണ്ട് മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ പറ്റാവുന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്താഗതി എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള ഒരു റോസാപ്പൂ പുഷ്പം പോലെയാണ്. കാണാൻ ഭംഗിയുള്ളതും നല്ല മണമുള്ളതും സൗന്ദര്യമുള്ളതും ഐശ്വര്യമുള്ളതുമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഷ്പത്തെ കാണുന്നതിന് തുല്യമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അത്രമാത്രം സുഗന്ധം പരത്തിയിട്ടുള്ളത് നിങ്ങൾ മാത്രമാണ് എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഇവിടെ ശത്രുക്കളെ ഭയക്കുന്നതായി ഈ വ്യക്തി അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഏറെ കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയാണെന്നും എന്ത് ചെയ്യുകയാണെന്നും ആരുടെ കൂടെയാണെന്നും അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയോ എന്നിങ്ങനെയുള്ള 100,000 ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ ഭൂമിയിൽ ഈ വ്യക്തിക്ക് സന്തോഷകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. മുന്നോട്ട് ജീവിക്കാൻ പ്രചോദനമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. അത് ഇപ്പോഴും എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാനും അതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വായന ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.